ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ സീഡ് ഓഫ് ട്രൂത്ത് എന്നതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് വിദ്യാധര? ഹു വാസ് വിദ്യാധര? ഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ആര് അല്ലേ കൂട്ടുകാരെ? കൂട്ടുകാർക്ക് മറ്റെന്തൊക്കെ ക്വസ്റ്റ്യൻ വേർഡ്സ് അറിയാം? വാട്ട്, വിച്ച്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, വിച്ച് എന്ന് പറഞ്ഞാൽ ഏത്, ഹൂസ് ആരുടെ, ഹൂസ് ദിസ് പെൻ, ആരുടെ പെന്നാണ്. അങ്ങനെ കൂട്ടുകാർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് അറിയാമല്ലേ. ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? ഹൂ എന്നാണ്, ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൂ വാസ് വിദ്യാധര? ആരായിരുന്നു വിദ്യാധര? എന്താണ് ആൻസർ? വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. വിദ്യാധര ആരായിരുന്നു എന്നാണ് പറയുന്നത്? വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. ഗാന്ധാര എന്ന രാജ്യത്തെ രാജാവായിരുന്നു വിദ്യാധര. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഹി ഫോണ്ട് ഓഫ്? അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായിരുന്നു? എന്തിലായിരുന്നു അദ്ദേഹം തൽപരനായിരുന്നത്? എന്തിലായിരുന്നു? യെസ്, ഹി വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. പൂന്തോട്ട പരിപാലനത്തിനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഹോബി എന്തായിരുന്നു? ഹി വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. ഓക്കെ, ദ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why did the king want to find a successor? Why did the king want to find a successor? എന്തുകൊണ്ടാണ് രാജാവിന് ഒരു പിൻഗാമിയെ കണ്ടെത്തേണ്ടതായിട്ട് ആവശ്യം വന്നത്? എന്തുകൊണ്ടാണ്? യെസ്, ദ കിങ് വാണ്ടഡ് ടു ഫൈൻഡ് എ സക്സസർ. സക്സസർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിൻഗാമി. ഓക്കെ, ബിക്കോസ് ഹി വാസ് വെരി ഓൾഡ് ഹാഡ് നോ ചിൽഡ്രൻ. അദ്ദേഹത്തിന് വയസ്സായിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുട്ടികളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു സക്സസറെ ആവശ്യമായി വന്നത്. ഓക്കെ, എന്താണ് ചോദ്യം? എന്താണ്? വൈ ഡിഡ് ദ കിങ് വാണ്ട് ടു ഫൈൻഡ് എ സക്സസർ? ആൻസർ, ദ കിങ് വാണ്ടഡ് ടു ഫൈൻഡ് എ സക്സസർ ബിക്കോസ് ഹി വാസ് വെരി ഓൾഡ് ആൻഡ് ഹാഡ് നോ ചിൽഡ്രൻ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ടെസ്റ്റ് ദ കിങ് ചൂസ് ടു ഫൈൻഡ് ഹിസ് സക്സസർ? വൈ? എന്തൊരു ടെസ്റ്റാണ്? അതായത് നമ്മളെ സക്സസറിനെ, പിൻഗാമിയെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ടെസ്റ്റാണ് അദ്ദേഹം കണ്ടെത്തിയത്? വൈ, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. എന്ത് ടെസ്റ്റായിരുന്നു കൂട്ടുകാരെ? ഓക്കെ, നമുക്ക് നോക്കാം. എന്തായിരുന്നു ആ ടെസ്റ്റ്? എന്തായിരുന്നു കൂട്ടുകാരെ? ടു ഫൈൻഡ് ഹിസ് സക്സസർ ദ കിങ് ഡിസൈഡ് ടു ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. ദ ചൈൽഡ് ഹു ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ഹെൽത്തിയസ്റ്റ് പ്ലാൻ വിൽ ബിക്കം ദ സക്സസർ. ടു ഫൈൻഡ് ഹിസ് സക്സസർ, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി എന്താണ് തീരുമാനിച്ചത്? യെസ്, ടു ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ കൺട്രി. രാജ്യത്തിലെ എല്ലാ കുട്ടികൾക്കും കുറച്ച് എന്ത് വിതരണം ചെയ്യും? സം സീഡ്സ്, കുറച്ച് വിത്ത് വിതരണം ചെയ്യും. ദെൻ ദ ചൈൽഡ് ഹു ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ഹെൽത്തിയസ്റ്റ് പ്ലാൻ വിൽ ബിക്കം ദ സക്സസർ. ആരാണോ, ഏത് കുട്ടിയാണോ ഏറ്റവും ബിഗ്ഗസ്റ്റ്, അതായത് പൂർണ്ണ വളർച്ചയെത്തിയ അതുപോലെ തന്നെ ഹെൽത്തിയസ്റ്റ് ആയ ഒരു പ്ലാന്റുമായിട്ട് എത്തുന്നത്, അവനായിരിക്കും സക്സസർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഡ് ദ കിങ് ഓർഡർ ഹിസ് മിനിസ്റ്റർ? വാട്ട് ഡിഡ് ദ കിങ് ഓർഡർ ഹിസ് മിനിസ്റ്റർ? എന്താണ് മിനിസ്റ്ററിന് ഓർഡർ കൊടുത്തത്? ദ കിങ് ഓർഡേർഡ് ഹിസ് മിനിസ്റ്റർ ടു ഗിവ് എ പ്രൊക്ലമേഷൻ. ഒരു വിളംബരം പുറപ്പെടുവിക്കാനല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാം? ദ കിങ് ഓർഡേർഡ് ഹിസ് മിനിസ്റ്റർ ടു ഗിവ് എ പ്രൊക്ലമേഷൻ. രാജാവ് മന്ത്രിയോട് ഒരു വിളംബരം പുറപ്പെടുവിക്കുവാൻ ഓർഡർ ചെയ്തു, ആജ്ഞ ചെയ്തു. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹു വാസ് പിംഗള? ആരായിരുന്നു പിംഗള? ഹു വാസ് പിംഗള? പിംഗള വാസ് എ പുവർ ഫാർമേഴ്സ് സൺ. ആൻസർ എന്താണ്? പിംഗള വാസ് എ പുവർ ഫാർമേഴ്സ് സൺ. അവനൊരു പാവപ്പെട്ട കർഷകൻ്റെ മകനായിരുന്നു. പിംഗള ഒരു പാവപ്പെട്ട കർഷകൻ്റെ മകനായിരുന്നു. വാസ് പിംഗള? യെസ്, പിംഗള വാസ് എ പുവർ ഫാർമേഴ്സ് സൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഡിഡ് പിംഗള സോ ദ സീഡ്? പിംഗള സോഡ് ദ സീഡ് ഇൻ എ പോട്ട് ഇൻ ഹിസ് ഗാർഡൻ. പിംഗള അവൻ്റെ പൂന്തോട്ടത്തിൽ ഒരു ചെടിച്ചട്ടിയിലാണ് ആ വിത്ത് കുഴിച്ചിട്ടത് അല്ലേ. പോട്ട് എന്താണ്? ചട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചെടിച്ചട്ടി. ഓക്കെ, പിംഗള സോഡ് ദ സീഡ് ഇൻ എ പോട്ട് ഇൻ ഹിസ് ഗാർഡൻ. പിംഗള അവൻ്റെ പൂന്തോട്ടത്തിൽ ഒരു ചെടിച്ചട്ടിയിലാണ് ആ വിത്ത് കുഴിച്ചിട്ടത്. സോഡ് മീൻസ് വിതയ്ക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ എന്താണ്? കുഴിച്ചിട്ടത് എന്ന അർത്ഥമായിരിക്കും. സോ വേർ ഡിഡ് പിംഗള സോ ദ സീഡ്? പിംഗള സോഡ് സീഡ് ഇൻ എ പോട്ട് ഇൻ ഹിസ് ഗാർഡൻ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് പിംഗള ടേക്ക് കെയർ ഓഫ് ദ സീഡ്?
ഇങ്ങനെയൊക്കെയാണ് പിങ്കള ആ സീഡിനെ ടേക്ക് കെയർ, അതായത് എങ്ങനെയാണ് അതിനെ പരിപാലിച്ചത്. ഓക്കെ, പിങ്കള ടു ഗ്രേറ്റ് കെയർ ഓഫ് ദ സീഡ് ബൈ വാട്ടറിങ് ആൻഡ് മാനുവറിങ് ഇറ്റ്. Pingala took great care of the seed by watering and manure it. After seeing the seed didn't sprout, he changed the soil and transferred to another pot. എന്താണ് പിങ്കള ആദ്യം ചെയ്തത്? ആദ്യം അതിന് വളമിട്ട് കൊടുത്തു, വെള്ളം ഒഴിച്ചു കൊടുത്തു. ആഫ്റ്റർ സീയിങ് ദ സീഡ് ഡിഡിൻറ്റ് സ്പ്രൗട്ട് ഹി ചേഞ്ച്ഡ് ദ സോയിൽ ആൻഡ് ട്രാൻസ്ഫേർഡ് ടു അനദർ പോട്ട്. പിന്നെ അവന് മനസ്സിലായി, എന്താണ് അവൻ കണ്ടത്? ആ വിത്ത് മുളയ്ക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിനെ മറ്റൊരു മണ്ണിലേക്ക്, അതായത് ചേഞ്ച് ദ സോയിൽ ആൻഡ് ട്രാൻസ്ഫേർഡ് ടു അനദർ പോട്ട്, മണ്ണ് മാറ്റി മറ്റൊരു ചെടിച്ചട്ടിയിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്തു. സോ നമുക്ക് എന്തൊക്കെ എഴുതാം? പിങ്കള ടു ഗ്രേറ്റ് കെയർ ഓഫ് ദ സീഡ് ബൈ വാട്ടറിങ് ആൻഡ് മാനുവർ ഇറ്റ്. ആഫ്റ്റർ ദ സീയിങ് ദ സീഡ് ഡിഡിൻറ്റ് സ്പ്രൗട്ട് ചേഞ്ച് ദ സോയിൽ ആൻഡ് ട്രാൻസ്ഫർ ടു അനദർ പോട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിങ്കള സ്റ്റൂഡ് വാച്ചിങ് ദ ചിൽഡ്രൻ സാഡ്ലി. വൈ? എന്തുകൊണ്ടാണ് പിങ്കള കുട്ടികളെ സങ്കടത്തോടു കൂടി നോക്കി നിന്നത്? എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിങ്കള സോ ദ വെൽ ഡ്രസ്ഡ് ചിൽഡ്രൻ വാക്കിംഗ് ടു ദ പാലസ് വിത്ത് ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ബട്ട് ഹിസ് സീഡ് ഡിഡിൻറ്റ് ഈവൻ സ്പ്രൗട്ട് സോ ഹി വാസ് സാഡ്. എന്തുകൊണ്ടായിരുന്നു? എന്താണ്? വെൽ ഡ്രസ്ഡ് ചിൽഡ്രൻ വാക്കിംഗ് ടു ദ പാലസ് വിത്ത് ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ്. അന്ന് കുട്ടികളൊക്കെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് അവരുടെ നല്ലപോലെ വളർന്ന ആ ഭംഗിയുള്ള ചെടികളുമായിട്ട് പാലസിലേക്ക് പോകുന്നത് അവൻ കണ്ടു. ബട്ട് ഹിസ് സീഡ് ഡിഡിൻറ്റ് ഈവൻ സ്പ്രൗട്ട്. പക്ഷെ അവൻ്റെ സീഡ് എങ്ങനെയായിരുന്നു? അതുവരെയായിട്ടും മുളച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഹി വാസ് സാഡ്. അതുകൊണ്ടാണ് അവനധികം സങ്കടമായത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് പിങ്കളാസ് ഫാദർ സജസ്റ്റ് ടു ഹിം? വാട്ട് ഡിഡ് പിങ്കളാസ് ഫാദർ സജസ്റ്റ് ടു ഹിം? എന്താണ് പിങ്കളയെ അവൻ്റെ ഫാദർ സജസ്റ്റ് ചെയ്ത് നിർദ്ദേശിച്ചത്? എന്തായിരുന്നു അവനോട്? പിങ്കളാസ് ഫാദർ സജസ്റ്റഡ് ഹിം ടു ടേക്ക് ദ എംപ്റ്റി പോട്ട് ടു ദ പാലസ്. അച്ഛൻ എന്താ പറഞ്ഞത്? സജസ്റ്റ് ചെയ്ത് നിർദ്ദേശിച്ചത് എന്തായിരുന്നു? പിങ്കളാസ് ഫാദർ സജസ്റ്റഡ് ഹിം ടു ടേക്ക് എംപ്റ്റി പോട്ട് ടു ദ പാലസ്. അവനോട് ആ എംപ്റ്റി, അതായത് ആ ശൂന്യമായ പോട്ടുമായിട്ട് പാലസിലേക്ക് പോകാനാണ് അവൻ്റെ അച്ഛൻ അവനെ നിർദ്ദേശിച്ചത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ വാസ് ദ കിങ് അൺഹാപ്പി? എന്തുകൊണ്ടാണ് രാജാവ് സന്തോഷവാനല്ലാതിരുന്നത്? അതായത് അൺഹാപ്പി, സന്തോഷമില്ലാത്ത അവസ്ഥ, അതായത് സങ്കടപ്പെട്ടിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. വൈ വാസ് ദ കിങ് അൺഹാപ്പി? ദ കിങ് gave roasted seeds to every children, but they came up with flowery plants. Seeing this dishonesty, he was unhappy. എങ്ങനെയാണ് ആ രാജാവ് കൊടുത്തത്? എങ്ങനത്തെ സീഡായിരുന്നു? റോസ്റ്റഡ് സീഡായിരുന്നു. ടു എവറി ചിൽഡ്രൻ, എല്ലാ കുട്ടികൾക്കും കൊടുത്തത് റോസ്റ്റഡ് സീഡായിരുന്നു. ബട്ട് ദേ കെയിം അപ്പ് വിത്ത് ഫ്ലവറി പ്ലാന്റ്സ്. പക്ഷെ അവരെങ്ങനെയാണ് വന്നത്? യെസ്, ബട്ട് ദേ കെയിം അപ്പ് വിത്ത് ഫ്ലവറി പ്ലാന്റ്സ്, പൂക്കളോട് കൂടിയ ചെടികളുമായിട്ടാണ് അവർ വന്നത്. സീയിങ് ദിസ് ഡിസ്ഹോണസ്റ്റി ഹി വാസ് അൺഹാപ്പി. സീയിങ് ദിസ് ഡിസ്ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാം. സത്യസന്ധത. ഡിസ്ഹോണസ്റ്റി എന്താണ്? സത്യസന്ധത ഇല്ലായ്മ. സോ സീയിങ് ദിസ് ഡിസ്ഹോണസ്റ്റി ഹി വാസ് അൺഹാപ്പി. ഈ സത്യസന്ധത ഇല്ലായ്മ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സങ്കടമായി, അൺഹാപ്പിയായി, അദ്ദേഹം സന്തോഷവാനല്ലായതായി തീർന്നു. ഓക്കെ, ചോദ്യം നോക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് ഹി എക്സ്പെക്ട് ഫ്രം ദ ചിൽഡ്രൻ? എന്താണ് അദ്ദേഹം കുട്ടികളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു, എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് എന്താണ്? കുട്ടികളിൽ നിന്നും എന്തായിരുന്നു അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്തത്? സത്യസന്ധത തന്നെയല്ലേ അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം കൂട്ടുകാരെ? ഹി എക്സ്പെക്റ്റഡ് ഹോണസ്റ്റി ഫ്രം ദ ചിൽഡ്രൻ. ആൻസർ എന്താ കൂട്ടുകാരെ? ഹി എക്സ്പെക്റ്റഡ് ഹോണസ്റ്റി ഫ്രം ദ ചിൽഡ്രൻ. അദ്ദേഹം കുട്ടികളിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സത്യസന്ധത, ഹോണസ്റ്റിയാണ് അദ്ദേഹം കുട്ടികളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് ദ കിങ് ആസ്ക് പിങ്കള? വാട്ട് ഡിഡ് ദ കിങ് ആസ്ക് പിങ്കള? എന്താണ് പിങ്കളയോട് രാജാവ് ചോദിച്ചത്? ദ കിങ് ആസ്ക്ഡ് പിങ്കള വൈ ഡിഡ് ഹി കം അപ്പ് വിത്ത് എൻ എംപ്റ്റി പോട്ട് ആൻഡ് വെദർ ഹിസ് സീഡ് ഡിഡ്ന്റ് സ്പ്രൗട്ട്. ദ കിങ് ആസ്ക്ഡ് പിങ്കള. എന്താണ് രാജാവ് ചോദിച്ചത്? എന്തുകൊണ്ടാണ്? വൈ ഡിഡ് ഹി കം അപ്പ് വിത്ത് എൻ എംപ്റ്റി പോട്ട്? എന്തുകൊണ്ടാണ് അവനൊരു എംപ്റ്റി പോട്ട്, ശൂന്യമായ പോട്ടുമായിട്ട്, ചെടിച്ചട്ടിയുമായിട്ട് വന്നത്? ആൻഡ് വെദർ ഹിസ് സീഡ് ഡിഡ്ന്റ് സ്പ്രൗട്ട്. എന്താണ് അവൻ്റെ വിത്ത് മുളച്ചിട്ടുണ്ടായിരുന്നില്ല. ആ മുളയ്ക്കാത്ത വിത്തുമായിട്ട്, ആ എംപ്റ്റി പോട്ടുമായിട്ട് എന്തുകൊണ്ടാണ് നീ വന്നതെന്നാണ് രാജാവ് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് പിങ്കള ഹോൾഡ് ഹിസ് ഹെഡ് ഡൗൺ? എന്തുകൊണ്ടാണ് പിങ്കള അവൻ്റെ തല ഹോൾഡ്
ഹോൾഡ് ഹിസ് ഹെഡ് ഡൗൺ. ഹോൾഡ് ഹിസ് ഹെഡ്, അതായത് അവൻ ആ തല കുമ്പിട്ട് നിന്നത്, രാജാവിൻ്റെ മുമ്പിൽ അങ്ങനെ തല കുമ്പിട്ട് നിന്നത് എന്തുകൊണ്ടായിരുന്നു? ഓക്കെ, എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? പിങ്കള ഹോൾഡ് ഹിസ് ഹെഡ് ഡൗൺ ബിക്കോസ് ഹി ഫിയർഡ് ദി കിങ് വുഡ് ബി ആംഗ്രി വിത്ത് ഹിം. അവന് ചെറിയൊരു ഭയമുണ്ടായിരുന്നു. എന്തായിരുന്നു? രാജാവ് അവനോട് ദേഷ്യപ്പെട്ടാലോ എന്നൊരു ചെറിയൊരു പേടി അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനങ്ങനെ തല കുമ്പിട്ട് നിന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ദ കിങ് സ്മൈൽ? എന്തുകൊണ്ടാണ് രാജാവ് പുഞ്ചിരിച്ചത്? റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം പുഞ്ചിരിക്കാനുള്ള കാരണം എന്താണെന്നാണ്. ആ രാജാവ് പുഞ്ചിരിക്കാനുള്ള കാരണം എന്തായിരുന്നു? ദ കിങ് സ്മൈൽ ഹിയറിംഗ് ദ ഹോണസ്റ്റ് അപ്പോളജി ഫ്രം പിങ്കള ഹി സോ ഹിസ് സക്സസർ ഇൻ ഹിം. അപ്പോഴാണ് അദ്ദേഹം പുഞ്ചിരിച്ചത്. ഹിയറിംഗ് ദ ഹോണസ്റ്റ് അപ്പോളജി ഫ്രം പിങ്കള. ആ ഹോണസ്റ്റ് എങ്ങനെ? സത്യസന്ധതയോട് കൂടുതൽ. അപ്പോളജി മീൻസ് ക്ഷമാപണം. ഓക്കെ, ക്ഷമാപണം കേട്ടപ്പോഴാണ് രാജാവ് പുഞ്ചിരിച്ചത്. ദെൻ ഹി സോ ഹിസ് സക്സസർ ഇൻ ഹിം. അദ്ദേഹം അവനിൽ എന്തിനാണ് കണ്ടിരുന്നത്? ആ ഒരു സക്സസറെ അവനിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? സോ ഹി സോ ഹിസ് സക്സസർ ഇൻ ഹിം. അതുപോലെ തന്നെ അവനെ ഒരു സക്സസറെ അദ്ദേഹം കണ്ടു. ഇതൊക്കെയാണ് അദ്ദേഹം പുഞ്ചിരിക്കാനുള്ള കാരണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കിങ് ഗേവ് റോസ്റ്റഡ് സീഡ്സ് ടു ദ ചിൽഡ്രൻ yet they came up with flowery plants. How did they grow the plants? എന്താണ് ചോദ്യം? The king gave roasted seeds to the children. കുട്ടികൾക്ക് എങ്ങനത്തെ സീഡ്സാണ് കൊടുത്തത്? റോസ്റ്റഡ് ആയിട്ടുള്ള സീഡ്സാണ് കൊടുത്തിട്ടുള്ളത്. yet they came up with flowery plants. പക്ഷേ അവർ എങ്ങനെയാണ് തിരിച്ചു വന്നത്? ഫ്ലവറി പ്ലാന്റ്സുമായിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. How did they grow the plants? അവരെങ്ങനെയാണ് അവരുടെ ചെടികൾ വളർത്തിയെടുത്തത്? എങ്ങനെയായിരിക്കും? The seed given by the king didn't grow. രാജാവ് കൊടുത്ത ആ സീഡ് മുളച്ചില്ല. സോ ദേ ചൂസ് അനദർ സീഡ് ആൻഡ് മേഡ് ദം പ്ലാന്റ്. അപ്പോൾ അവരെന്ത് ചെയ്തു? യെസ്, സോ ദേ ചൂസ് അനദർ സീഡ്. അവർ മറ്റൊരു വിത്തെടുത്ത് ആൻഡ് മേഡ് ദം പ്ലാന്റ്. അതിൽ നിന്നൊരു ചെടി ഉണ്ടാക്കി. ഓക്കെ, ഇതോടുകൂടി ഈ ചാപ്റ്ററിലെ എല്ലാ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. തുടർന്നും വീഡിയോകൾ കാണുന്നതിന് നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.